പ്രോസിക്യൂഷൻ കേസ് പ്രതികൾക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെടുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള ഫൈൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടതായി അന്തിമ വിധി ഇന്ന് പ്രസ്താവിച്ചിട്ടുള്ളത്. കേസിൻ്റെ തെളിവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ കേസിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന രീതിയിലല്ല ഈ കുറ്റകൃത്യം നടന്നത് എന്നുള്ള നിലയിൽ സംശയാസ്പദമായ ഒട്ടേറെ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളിൽ നിന്നും വെളിവായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു വിധി ഇന്ന് വിചാരണ കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കേസിൽ സംഭവം നടന്നത് അന്ന് രാത്രി, സംഭവം നടന്ന 22-ന് രാത്രി. ആ സംഭവം നടന്ന സംഭവ സ്ഥലത്ത് സംഭവത്തിൽ പരിക്കേറ്റ 7 പേർക്ക് പുറമെ മരണപ്പെട്ട ഷിബിൻ ഉൾപ്പെടെ 8ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് പ്രോസിക്യൂഷൻ്റെ കേസ്. സംഭവത്തിൽ പരിക്കേറ്റ 7 സാക്ഷികൾക്ക് പുറമെ കോടതിയിൽ ഹാജരാക്കപ്പെട്ട തെളിവുകളിൽ നിന്നും വളരെ വ്യക്തമായി ആ മേഖലയിലെ തൂണേരി വെള്ളൂർ പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റിയുടെ ഭാരവാഹിയായ രാജൻ, അതുപോലെ ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ടുള്ള അരവിന്ദാക്ഷൻ, ബാലകൃഷ്ണൻ തുടങ്ങിയ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ സംഭവസ്ഥലത്ത് കൃത്യസാക്ഷികളായി, ദൃക്സാക്ഷികളായി ഉണ്ടായിട്ടും കേവലം 10 നിമിഷത്തിനകം നാദാപുരം പോലീസ് സ്റ്റേഷനിൽ സംഭവത്തെക്കുറിച്ചുള്ള ആദ്യ വിവരം നൽകാമെന്നിരിക്കെ പിറ്റേന്ന് കാലത്തുവരെ സംഭവത്തെക്കുറിച്ചുള്ള യാതൊരു വിവരവും പ്രധാന പ്രാദേശിക നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച് നൽകാതിരുന്നത്, അതിന് മതിയായ യാതൊരുവിധ കാരണവും ഡിലേ സംബന്ധിച്ച്, കാലതാമസത്തെ സംബന്ധിച്ച് യാതൊരു വിധ വിശദീകരണവും അന്യായക്കാരനോ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനോ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനോ കോടതിയിൽ തെളിവായി ആ കാലതാമസത്തെക്കുറിച്ച് വിശദീകരണം നൽകിയില്ല എന്നുള്ളത് തന്നെ ഈ കേസിൽ പിറ്റേന്ന് പാർട്ടിയുടെ ബന്ധപ്പെട്ട പ്രാദേശിക നേതാക്കളുമെല്ലാം കൂടിയാലോചിച്ച് യഥാർത്ഥ സംഭവത്തെ മറച്ചുവെച്ചുകൊണ്ട് ഒരു കേസ് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഡിഫൻസിന്റെ വാദം, പ്രതികളുടെ വാദം കോടതി സ്വീകരിച്ചതായിട്ടാണ് വിധിന്യായത്തിലൂടെ വ്യക്തമാകുന്നത്. ഏറ്റവും ആക്രമണത്തിൽ പരിക്കേറ്റവരെ ദൃക്സാക്ഷികളായി കോടതിയിൽ വന്നിരുന്നു. പരിക്കേറ്റവരും ദൃക്സാക്ഷികളായി കോടതിയിൽ വന്നിരുന്നു. പക്ഷേ പരിക്കേറ്റ ഈ സാക്ഷികൾ ഉൾപ്പെടെ ഉള്ളവർ പ്രോസിക്യൂഷന്റെ സാക്ഷികളാണ്. ഇത് DYFIയുടെയും CPMന്റെയും സജീവ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് സാക്ഷികളായി വന്നിട്ടുള്ളത് എന്നാണ് പ്രതിഭാഗം ഏറ്റവും ശക്തമായി ഉന്നയിച്ചിട്ടുള്ള വാദഗതി. നിഷ്പക്ഷരായ ഏറ്റവും നാച്ചുറൽ വിറ്റ്നസസ്, അവിടെ ഒരു സംഭവം എന്ന് നടന്നിരുന്നു, ഈ പറയുന്ന രൂപത്തിലാണ് നടന്നിരുന്നതെങ്കിൽ സ്വാഭാവികമായും അതിന് ദൃക്സാക്ഷികൾ ആകാൻ കഴിയുമായിരുന്ന തൊട്ടടുത്ത വീടുകളിലെ, പ്രോസിക്യൂഷന്റെ കേസിൽ തന്നെ ആ തൂണേരി വെള്ളൂർ റോഡിന്റെ ഇരുവശത്തും, സംഭവ സ്ഥലത്തിന്റെ ഇരുവശത്തും ധാരാളം വീടുകളുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരൊറ്റ സാക്ഷിയെപ്പോലും സംഭവവുമായി ബന്ധപ്പെടുത്തി ഈ പരിക്ക് പറ്റിയ സാക്ഷികളല്ലാതെ, ഇൻസിഡന്റുമായി ബന്ധപ്പെടുത്തി അരവിന്ദൻ എന്ന പാർട്ടിയുടെ ഒരു ലോക്കൽ നേതാവിനെ അല്ലാതെ മറ്റാരെയും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് നിഷ്പക്ഷ സാക്ഷികൾ, ഇൻഡിപെൻഡന്റ് വിറ്റ്നസസ് എന്നുള്ള നിലയിൽ വിസ്തരിച്ചില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ ഒരു ന്യൂനതയാണ്. അതുപോലെ തന്നെ ഈ സംഭവം നടന്നത് തന്നെ ഈ കേസിലെ 5ഉം 6ഉം പ്രതികൾ ഒരു മോട്ടോർ സൈക്കിളിൽ തൂണേരി വെള്ളൂർ റോഡിലൂടെ മൗലൂദ് കഴിഞ്ഞതിൻ്റെ ഭക്ഷണം 1-ാം പ്രതിയുടെ ഇസ്മയിലിൻ്റെ വീട്ടിലെത്തിക്കാൻ പോകുന്ന സമയത്ത് ആ റോഡിൽ കൂട്ടം കൂടി നിന്ന CPMന്റെ DYFIയുടെ പ്രവർത്തകർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഈ സംഭവത്തിന് തുടക്കം കുറിച്ചതായി പ്രോസിക്യൂഷൻ തന്നെ സമ്മതിക്കുന്ന വസ്തുത. ആ ഒരു വസ്തുതയുടെ പശ്ചാത്തലത്തിൽ ആ സംഭവ സ്ഥലത്തിനടുത്തായി
ഈ പ്രതികൾ സഞ്ചരിച്ചു വന്ന മോട്ടോർ സൈക്കിളും അതോടൊപ്പം പിന്നീട് വന്നതായി പറയുന്ന ഒരു മോട്ടോർ സൈക്കിളും അത് ഏറ്റവും ഒടുവിലായി 3 പ്രതികൾ സഞ്ചരിച്ചു വന്നു എന്ന് പറയുന്ന സ്കൂട്ടറും 3 വാഹനങ്ങളും സംഭവ സ്ഥലത്തിന്റെ 10 or 60 മീറ്റർ അകലെ വെച്ച് അതിന് കേടുപാടുകൾ വരുത്തി, അതിന്റെ ടയറുകൾ കുത്തിക്കീറി, അതിന്റെ പെട്രോൾ ടാങ്കുകൾ ഈ വാഹനങ്ങളുടെ മുഴുവൻ നശിപ്പിച്ചു. അങ്ങനെ ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതോടൊപ്പം പ്രതികളുടെ ഭാഗത്തും 3 പേർക്ക് പരിക്കുപറ്റി. നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ അവർ ചികിത്സയിലായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ തന്നെ സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ്. ആ നിലയ്ക്ക് ഈ സംഭവത്തിൽ തന്നെ പരിക്കേറ്റ 3 പേർക്ക് 3 പ്രതികൾക്ക് എങ്ങനെ പരിക്കുണ്ടായി എന്ന് തൃപ്തികരമായി വിശദീകരിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. എങ്ങനെ ഈ 3 വാഹനങ്ങൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കേടുപാടുണ്ടാക്കാൻ ആരാണ് അതിന് ഉത്തരവാദി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിൽ യാതൊരുവിധ തുമ്പും കണ്ടെത്താൻ അന്വേഷിക്കാൻ ശ്രമം നടത്തിയില്ല. സ്വാഭാവികമായും സംഭവം നടന്നത് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് പോലെ അല്ല എന്നും യഥാർത്ഥ സംഭവത്തെ ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് പിന്നീട് കളവായ ഒരു പ്രോസിക്യൂഷന്റെ കഥ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഡിഫൻസിന്റെ വാദം ഏറെക്കുറെ അത് പ്രോബബിൾ ആണ്, സാധ്യതയുള്ളതാണ് എന്ന് കണ്ടെത്താൻ കോടതിക്ക് ഈ വിധിന്യായത്തിലൂടെ അതിന് ഇടയായി എന്നുള്ളതാണ് വസ്തുത.